പിന്നെ നിങ്ങളെ വിളിക്കുക, അങ്ങനെ വിളിക്കുക. എക്സാം എഴുതാനും ഒരു മോട്ടിവേഷനായി. പിന്നെ മോഡലിൻ്റെ പേപ്പർ വന്നപ്പോഴും സന്തോഷമായി. പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, അപ്പോൾ A+ കിട്ടും. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾ പഠിക്കണേ എന്നുള്ള സാധനത്തിലായിരുന്നു. എല്ലാ പാഠം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ടെന്നൊരു തോട്ടം വന്നു. എക്സാം എഴുതാനും ഒരു മോട്ടിവേഷനായി. പിന്നെ മോഡലിൻ്റെ പേപ്പർ വന്നപ്പോഴും സന്തോഷമായി. പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, അപ്പോൾ A+ കിട്ടും. അങ്ങനെ സാധനം വന്നു. പിന്നെ പഠിപ്പിക്കണത് കുറച്ചും കൂടെ നമ്മളിലേക്ക് നമുക്ക് എങ്ങനത്തെ ലെവലാണ് വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. പിന്നെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇവിടെയുള്ളൊരു എന്താ നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കണ ഒരു ഫീല് നമുക്കുണ്ടാവും. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവരവിടെ പിള്ളേരെ കൂട്ടുക, ഇങ്ങനെ നിങ്ങളെ വിളിക്കുക, അങ്ങനെ വിളിക്കുക. അവരെ പഠിപ്പിക്കണ ഒരു ഇതില്ലായിരുന്നു. ഞാൻ നൈറ്റ് ക്ലാസ്സിൽ എന്തായാലും നന്നായി എന്നാണ്. എനിക്ക് മോഡലിലൊക്കെ അത്യാവശ്യത്തിന് എനിക്ക് നന്നായിട്ട് എഴുതാനൊക്കെ പറ്റി. ഇനി ഇവിടെ നിന്ന് പോയപ്പോൾ എൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ സ്ട്രിക്റ്റ് കുറഞ്ഞു. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾ പഠിക്കണേ എന്നുള്ള സാധനത്തിലായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും 10th ഇങ്ങോട്ട് വന്നു. നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടാണ് എടുക്കണ്ടായി. അപ്പോൾ പിന്നെ ഞാൻ ക്ലാസ് കാണുമ്പോൾ കൂടുതലും എൻ്റെ അമ്മയും ചേച്ചിയാണ് കൂടെ നിന്നിട്ട് ക്ലാസ് കാണുക. പിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അത്യാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. എനിക്ക് തന്നെ അത് ഫീൽ ആവുന്നുണ്ട്. പിന്നെ ഈ കുറേ എക്സാം എഴുതുന്നുണ്ട്. ഇവിടുത്തെ എക്സാം കൊണ്ട് തന്നെ നമുക്ക് ടെൻഷനില്ല. സ്കൂളിൽ അതൊക്കെ വന്നതാണല്ലോ, പേപ്പറിൽ വന്നതാണല്ലോ, അങ്ങനെ സാധനം ഉണ്ട്.